ഇവിടെ ഒരു മാജിക് സ്കാർഫ് ഉണ്ട്. ഈ സ്കാർഫ് ആരെല്ലാമാണോ ഇടുന്നത് അവർ സിംഗിൾ ആണെങ്കിൽ കമ്മിറ്റഡ് ആവും. അങ്ങനെയാണ് സിംഗിൾ ആയിരിക്കുന്ന ഹീറോയിൻ മിംഗിൾ ആവാൻ വേണ്ടി ഒരു ഷോപ്പിൽ നിന്നും ഈ സ്കാർഫ് വാങ്ങിയിട്ടത്. അതിനുശേഷം ഇവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉള്ള പോലെ ഫേക്ക് ആയി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും. ഇത് കണ്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും നിന്റെ ബോയ് ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. ഹീറോയിനും വേറെ വഴിയില്ലാത്തത് കൊണ്ട് ശരി നാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കും. പിറ്റേ ദിവസം അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും എവിടെ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ഒന്ന് നോക്കി ഒരു ഹാൻസം ആയ ചെക്കൻ വന്ന് അവളുടെ കൈ പിടിക്കും. അതിനാൽ അവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാനായി ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും വേഗം എസ്കേപ്പ് ആവും. എന്നാൽ ഹീറോയിന് അവനെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ അവൾ ലവ് ചെയ്ത് ഡേറ്റിങ്ങിന് പോകാനായി തുടങ്ങും. ഒരു ദിവസം ഹീറോയിന്റെ ഫ്രണ്ട് ഹീറോയിന്റെ അടുത്ത് വന്ന് നീ ലവ് ചെയ്യുന്ന ചെക്കൻ ഒരു മനുഷ്യനെയല്ല, അവൻ നിന്റെ ഇമാജിനറി ആണ് എന്നെല്ലാം പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കും. ആ ഫോട്ടോയിൽ ഹീറോയിൻ മാത്രമേ ഉള്ളൂ. അവളുടെ അടുത്തുണ്ടായിരുന്ന ബോയ് ഫ്രണ്ടിനെ കാണുന്നുണ്ടാവില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിനെ കാണാൻ വേണ്ടി അവളുടെ ബോയ് ഫ്രണ്ട് വീട്ടിലേക്ക് വരും. ഇത് കണ്ട് പേടിച്ചവൾ നീ ഒരു മനുഷ്യനെയല്ല, നീ എന്റെ അരികിൽ എന്നെ വരണ്ട എന്ന് പറഞ്ഞ് അവനെ തള്ളിവിടും. അങ്ങനെ തള്ളിവിട്ടതിൽ അവൻ കാല് സ്ലിപ്പായി അവിടെ തന്നെ വീഴും. അപ്പോഴാണ് അവൻ പറയുന്നത് ശരിക്കും ഞാൻ നിന്റെ ഇമാജിനേഷൻ അല്ല, അന്ന് നീ ഒരു സ്കാർഫ് ഇട്ടില്ലേ, അതിനുശേഷം ഞാനും ആ സ്കാർഫ് ഇട്ടു, അന്ന് മുതലാണ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഫൈനലി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അവൻ മരിക്കും. ആക്ച്വലി ഇതിനെല്ലാം കാരണം ഹീറോയിന്റെ ഫ്രണ്ട് ആണ്. ഹീറോയിന് ഇത്രയ്ക്കും ഹാൻസം ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്ന അസൂയയിൽ അന്ന് എടുത്ത ഫോട്ടോയിൽ അവൻ ഇല്ലാത്ത പോലെ എഡിറ്റ് ചെയ്ത് ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും.